ദിവസങ്ങളിലെല്ലാം കോടതി അതിരൂക്ഷമായാണ് ദേവസ്വം ബോർഡിനെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരെയും ഒക്കെ സർക്കാരിനെയും അടക്കം വിമർശിച്ചത്. അതായത് ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാകുന്നതിനെ കുറിച്ചും ഇത് എങ്ങനെ ഇത്തരത്തിലുള്ള തിരിമറികൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വലിയ സംശയങ്ങളാണ് കോടതി ഉന്നയിച്ചത്. ഇപ്പോൾ വിജിലൻസ് അതിഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഈ കണ്ടെത്തലുകളുടെ ഒരു സമഗ്രമായ അന്തിമ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കപ്പെടാൻ പോകുന്നത്. എപ്പോഴായിരിക്കും ഇത് കോടതിയിലേക്ക് എത്തുക? സമയത്തിനകം ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഈ വിഷയം പരിഗണിക്കും. അതിനകത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിൽ നടക്കുന്നത് ഈ ദേവസ്വം വിജിലൻസ് ആൻഡ് ചീഫ് സെക്യൂരിറ്റി ഓഫീസറോടാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഹൈക്കോടതി അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 3 ആഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ എത്തുകയാണ്. ഇന്നാണ് അന്തിമ റിപ്പോർട്ട് നൽകാമെന്ന് 10-ാം തീയതി കോടതിക്ക് മുമ്പിൽ നൽകാം എന്ന് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ തവണ ഒരാഴ്ച മുമ്പ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കുറെ കൂടി ഗൗരവമായ രൂപത്തിലൊക്കെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്തത്. ഈ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് അതിനനുസരിച്ച് മറ്റു നടപടിക്രമങ്ങളിലേക്ക് SITക്ക് കടക്കാനാകും. ഇന്ന് ഈ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട്, ഒരു അന്തിമ റിപ്പോർട്ട് അത് ഇന്ന് സമർപ്പിക്കുന്നതോടുകൂടി ആ റിപ്പോർട്ട് SITക്ക് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചായിരിക്കും SITയുടെ തുടരന്വേഷണത്തിലേക്ക് അതിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തൽ എന്നുള്ള നിലയ്ക്ക് രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ പ്രാഥമികമായി ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചായിരിക്കും SIT അവരുടെ അന്വേഷണത്തിലേക്ക് കടക്കുക. അതിന്റെ ഭാഗമായി കൂടിയാണ് ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷം SIT അന്വേഷണം ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ചില നിർണായകമായ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. എന്തായാലും കുറെ കൂടി വ്യക്തത ആ വിഷയത്തിൽ വരാനുണ്ട്. പക്ഷേ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് വ്യാജമായ അല്ലെങ്കിൽ നേരത്തെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതല്ലാത്ത മറ്റൊരു ചെമ്പുപാളി എത്തിച്ചിട്ടുണ്ട്. അതിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഒരു സ്വർണം മോഷണം നടത്താൻ ചില ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേസെടുത്ത് അന്വേഷിക്കണം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും നേരത്തെ തന്നെ അതിന്റെ ഒരു പ്രാഥമിക രൂപം നേരത്തെ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. ഇന്ന് അന്തിമ റിപ്പോർട്ടായി ക്രോഡീകരിച്ച് നൽകുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്.